ഹായ് എവരിവൺ, ദിസ് ഇസ് ANG ഫ്രം ആർക്കിനെക്സ്. സോ മക്കളെ, നമ്മൾ കീം എക്സാമിന്റെ ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. 17th എഞ്ചിനീയറിംഗും 18th ഫാർമസിയുമായിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എഞ്ചിനീയറിംഗ് ഫാർമസിക്കാർക്കുള്ള എക്സാമിനേഷൻ ആണ്. എക്സാം ഹോളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അലോട്ടഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. സോ റെഡി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നോളൂ, കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഏറ്റവും ആദ്യം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ആയിട്ടും ഈ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള അല്ലെങ്കിൽ ഫാർമസി എന്നുള്ള നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അത് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകണം. 2, വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് വേണം. ഏറ്റവും പ്രിഫറബിൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ കാണാം. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വേണ്ടത്. അഡ്മിറ്റ് കാർഡും വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡും നിങ്ങളുടെ കയ്യിൽ വേണം. ഏതൊക്കെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോകാന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് ആധാർ കാർഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസോ വോട്ടർ IDയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡായിട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡായിട്ട് കൊണ്ടുപോകാം. അത് പെർമിറ്റഡ് ആണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോൾ പോയിന്റ് പെന്ന് എക്സാം ഹോളിലേക്ക് കൊണ്ടുട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എല്ലാം കാണാൻ പറ്റുന്ന, ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള നിങ്ങൾക്ക് മാൽ പ്രാക്ടീസും പാടില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോൾ പോയിന്റ് പെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്നാലും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത് ഓഫ്ലൈൻ മോഡിലാണെന്നല്ല, ഓൺലൈൻ മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സോ CBT മോഡിലായിരിക്കും എക്സാം നടക്കുക, പെൻ ആൻഡ് പേപ്പർ മോഡല്ല. റഫ് വർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ് ഈ പെന്ന് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പെൻ ആയിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി എന്തെങ്കിലും വർക്ക് റഫ് വർക്ക് ചെയ്യണമെങ്കിൽ പേപ്പർ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. പെന്ന് അലൗഡ് ആണ്. ബോൾ പോയിന്റ് പെൻ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പെൻ അലൗഡ് ആണ്, ബട്ട് പേപ്പർ അലൗഡ് അല്ല. റഫ് വർക്കിനുള്ള പേപ്പേഴ്സ് അവർ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. യാതൊരു വിധത്തിലുള്ള പേപ്പറും എക്സാം ഹോളിലേക്ക് കയറ്റത്തില്ല. അഡ്മിറ്റ് കാർഡും ഐഡന്റിറ്റി കാർഡും എടുക്കുക. വേറെ റഫ് വർക്കിനുള്ള ഒരു പേപ്പറും പറ്റത്തില്ല. പെൻസിൽ, ഇറൈസർ, പേപ്പേഴ്സ്, ബുക്സ്, നോട്ട്സ്, ലോഗരിതം ടേബിൾ പറ്റില്ല. പെൻസിൽ ബോക്സ്, കറക്ഷൻ ഫ്ലൂയിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ യാതൊരു ഐറ്റങ്ങളും അതിലേക്ക് അലൗഡ് ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയാണ്. മൊബൈൽ ഫോണ്, കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ചസ്, ക്യാമറ, പെന്ന്, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നിങ്ങൾ ഒഴിവാക്കണം. ഇതൊന്നും എക്സാം ഹോളിലേക്ക് അലൗഡ് അല്ല. കാൽക്കുലേറ്റർ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മൊബൈൽ ഫോണോ ബ്ലൂടൂത്തോ ഇയർഫോണോ ഇതൊക്കെ എക്സാം തുടങ്ങുന്നതിന് മുൻപ് പാരന്റ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഇതൊന്നും കയ്യിൽ വെക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ പേപ്പർ ഷീറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എക്സാം ഹോളിലേക്ക് റഫ് വർക്കിന് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള പേപ്പർ ഷീറ്റും കയറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. റഫ് വർക്കിനുള്ള പേപ്പേഴ്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ എക്സ്ട്രാ കയ്യിൽ യാതൊരുവിധ പേപ്പറും കൊണ്ടുപോകരുത്. ആൻഡ് നിങ്ങൾക്ക് ഒരു റഫ് ഷീറ്റ് അവർ തരും, കാൽക്കുലേഷൻസ്, മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പേപ്പറിന്റെ ടോപ്പിലായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ റോൾ നമ്പറും എഴുതണം കേട്ടോ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ അത് എഴുതിയിട്ട് നിങ്ങൾ അവിടെ ടോപ്പിലായിട്ട് സൈനും കൂടി ചെയ്യണം. 3 കാര്യങ്ങൾ ചെയ്യണം: പേര്, റോൾ നമ്പർ, അവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും. ഓക്കെ, അത് ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കയ്യിൽ ഒരു പേപ്പറും കൊണ്ടുപോകാൻ പാടില്ല. അവർ തരുന്ന പേപ്പറിന്റെ ടോപ്പിൽ എഴുതുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാം ഹോളിൽ യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും കാണിക്കാൻ പാടില്ല. അതേപോലെ നിങ്ങൾക്ക് കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹോളിനുള്ളിൽ നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് കീബോർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ സിസ്റ്റത്തിനുള്ളിൽ തന്നെ അവിടെ അപ്പിയർ ചെയ്യുന്ന കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന കീബോർഡ്, വിർച്വൽ ആയിട്ടുള്ള കീബോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യാനുള്ള അനുമതി നമുക്കില്ല. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ട ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് മക്കളെ. നമ്മളുടെ അഡ്മിഷൻ ടിക്കറ്റും, ഹോൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡും അതേപോലെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫും ഇല്ലാതെ നിങ്ങൾ പോകരുത്. എവിടെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ ഹാൾ എന്നുള്ളത് നിങ്ങൾ 2 ദിവസം മുൻപ് തന്നെ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഉള്ളിലുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സോ 1 വീക്ക് ബിഫോർ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് എത്ര ടൈമാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടേക്ക് പോകാനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുക. ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളുടെ ഫോട്ടോ ID, വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫും
ഈ ഹോൾ ടിക്കറ്റും നിങ്ങൾ കൊണ്ടുപോകണം. ആൻഡ് 2 മണിക്കൂർ മുൻപ് എക്സാം ഹാളിൽ എത്തുക. ഇപ്പൊ 2 മണിക്കാണ് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക, 10 മണിക്കാണ് ഫാർമസിയുടെ സ്റ്റാർട്ട് ചെയ്യുക. 2 hours ബിഫോർ സെന്ററിലേക്ക് എത്തുക. കാരണം ഫേഷ്യൽ ഐഡന്റിഫിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ ശേഷമായിരിക്കും നിങ്ങളെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ അതിന് ടൈം ആവശ്യമാണ്. ഇപ്പൊ 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നതെങ്കിൽ 1:30 വരുന്ന കുട്ടികളെ ഒരിക്കലും, 1:30 ശേഷം വരുന്നവരെ ഒരിക്കലും എക്സാം ഹാളിലേക്ക് കയറ്റില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക. സോ മാക്സിമം മുൻപ് എക്സാം സെന്ററിൽ എത്താനായിട്ട് ശ്രമിക്കുക. കാരണം വളരെ കൂളായിട്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് കയറാൻ സാധിക്കും. സോ 2 hours ബിഫോർ സെന്ററിൽ എത്തുക. മാക്സിമം 12 മണിക്ക്, 1:30 മുൻപായിട്ട് എന്തായാലും എഞ്ചിനീയറിംഗുകാർ എത്തിയിരിക്കണം. ഓക്കെ, അതേപോലെ ഫാർമസിയുടെ കുട്ടികളും, അതായത് അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത്, ഞാൻ പറയുന്നത് നിങ്ങൾ കളേർഡ് ആയിട്ടുള്ളത് തന്നെ പ്രിന്റ് ഔട്ട് എടുത്തോ. കാരണം നിങ്ങളുടെ വെരിഫിക്കേഷന്റെ സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദെൻ യാതൊരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും ഹോളിൽ കാണിക്കാൻ പാടില്ല. സ്ട്രിക്ട്ലി ബാൻഡ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് വാച്ചസ്, റിട്ടേൺ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എഴുതാൻ വേണ്ടിയിട്ട് ഇതൊന്നും എക്സാം ഹോളിലേക്ക് അലൗഡ് അല്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. കാൽക്കുലേഷൻസിനും കാര്യങ്ങൾക്കുമുള്ള റഫ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ടോപ്പിൽ നിങ്ങളുടെ റോൾ നമ്പറും പേരും എഴുതി നിങ്ങൾ സൈൻ ചെയ്യുക. ആ കാര്യം ഓർത്തു വെക്കുക. യെസ്, അതേപോലെ തന്നെ ഈ പേപ്പർ നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് ഇൻവിജിലേറ്റർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങണം കേട്ടോ. റഫ് വർക്ക് നിങ്ങൾ ചെയ്ത പേപ്പർ ഇൻവിജിലേറ്റർക്ക് കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങുക. എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ കഴിയുന്നത് വരെ, അതായത് ആ ഒരു 2 to 5 കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടുള്ള അനുമതിയുള്ളൂ. അത്രയും സമയം നിങ്ങൾ എക്സാം ഹാളിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം എഴുതുക, CBT ആണ്, അടുത്ത ചോദ്യത്തിലേക്ക് എങ്ങനെ പോകും, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്ത ചോദ്യത്തിലേക്ക് ബാക്ക് വരാൻ പറ്റുമോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ കാണിച്ചു തരും. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റിന് ശേഷം മാത്രം റിയൽ എക്സാമിനേഷനിലേക്ക് കടന്നാൽ മതി. സോ ഞാൻ വീണ്ടും പറയാണ്, ലൊക്കേഷനൊക്കെ ഇപ്പോഴേ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. എത്ര ദൂരമുണ്ട്, എത്ര ടൈം എടുക്കും, അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സെൽഫായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ 12 മണിക്ക് അവിടെ എത്തുന്ന ടൈമിൽ ഫുഡൊക്കെ കഴിച്ചിട്ട്, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഫുഡ് കയ്യിൽ കരുതുക. കഴിച്ചതിന് ശേഷം എക്സാം ഹാളിലേക്ക് കയറുക. ഫേഷ്യൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. എല്ലാം അവർ ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ സീറ്റിൽ കൊണ്ട് അലോക്കേറ്റ് ചെയ്ത് തരും. അപ്പൊ അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട. അഡ്മിറ്റ് കാർഡും ഐഡന്റിറ്റി കാർഡും ഒക്കെ ഇപ്പോഴേ റെഡി ആക്കി വെക്കുക. ഒന്നും മറക്കണ്ട. ദയവ് ഇത് പേപ്പറും ഒന്നും ആയിട്ട് എക്സാം ഹാളിലേക്ക് പോകരുത്. അവർ റഫ് ഷീറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് തിരികെ കൊടുത്തിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതുക കുഞ്ഞുങ്ങളെ. എല്ലാവർക്കും ഒരു ടോപ്പ് റാങ്ക് തന്നെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.